എനിക്കിത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്രയധികം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഏറ്റവും ഫൈനായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസസ്, ഏറ്റവും ഫൈനായിട്ടുള്ള സംവിധായകർ, അതിൽ അമൽ നീരദുണ്ട്, അനുരാജിൻ്റെ ഇഷ്കുണ്ട്, പറവയുണ്ട്, ഏറ്റവും മികച്ച സിനിമകൾ, ഖാലിദ് റഹ്മാൻ്റെ നായകനായ സിനിമയുണ്ട്, അതുപോലെ തന്നെ തല്ലുമാല, അതിലും നായകൻ തന്നെയാണല്ലോ ഒരു തരത്തിൽ, സിനിമകളുണ്ട്. ആ സുഹൃത്തുക്കളിലുള്ള വിശ്വാസം ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ സമയത്തൊക്കെ. അത് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരിക്കും അവരൊക്കെ വരുന്നത് ആ സമയങ്ങളിൽ. ഓക്കെ, നമ്മുടെ കൂടെ നിന്നിട്ട് ആശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല എന്നുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതും മാത്രമല്ല, നമുക്ക് വേണ്ട സമയങ്ങളിൽ നമ്മളെ അവര് പടത്തിലേക്ക് വിളിക്കുകയും നല്ല ക്യാരക്ടർ തരികയും ചെയ്യുന്നതും കൂടി സപ്പോർട്ടാണ്. അത് വലിയ സപ്പോർട്ടാണ്. അത് അവര് എല്ലാവരും അതാത് സമയങ്ങളിൽ ചെയ്യാറുണ്ട്. ഷൈൻ പലപ്പോഴും ഈ ഇൻ്റർവ്യൂകളിൽ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സുഹൃത്തിനോടെ ചോദിക്കാൻ പറ്റൂ. ഞാൻ വളരെ സെൽഫിഷായ ഒരു മനുഷ്യനാണ്, എനിക്ക് നല്ലൊരു മകനല്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല, ഞാൻ നല്ലൊരു സഹോദരനല്ല എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കൂട്ടുകാരനല്ലേ അദ്ദേഹം? തീർച്ചയായിട്ടും പുള്ളി നല്ലൊരു കൂട്ടുകാരനുമാണ്, നല്ലൊരു മകനുമാണ്, നല്ലൊരു സഹോദരനൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ പോയിന്റിൽ അതൊന്നും അങ്ങനെയല്ല. അതിലും നല്ല ആളുകളെ ഞാൻ കാണാറുണ്ട്. ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും. കാരണം ഞാൻ വിവാഹ ജീവിതത്തിൽ ഫെയിലിയർ ആണ്. അച്ഛനും അമ്മേനും സമാധാനത്തിൽ വളരെയധികം അസമാധാനത്തിൽ നയിച്ചിട്ടുള്ളത്. അനിയൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അനിയത്തിമാർക്കുണ്ടായിട്ടുണ്ട്, സുഹൃത്തുക്കളൊക്കെ കുരിശിൽ കയറിയിട്ടുണ്ട്. മനസ്സിലായ യാതൊരു ഇപ്പൊ ഞാനുമായി അസോസിയേറ്റ് ചെയ്യുന്ന പടങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ആക്ടേഴ്സിനും അതിന്റെ ടെക്നീഷ്യൻസിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഞാൻ കാരണം. അപ്പോ എപ്പോഴും അത് ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ നല്ലതല്ല എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സെൽഫ് ലവ് വേണ്ടേ ഷൈൻ? സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. സെൽഫ് ലവ് കാരണം ഫൈൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. നമ്മളെ എന്താണ് നമ്മുടെ പ്രശ്നം, നമ്മൾ പ്രശ്നമാണെന്ന് തിരിച്ചറിയണം. എന്നാലേ നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർക്കല്ലേ രോഗിയെ കൊണ്ട് ആവശ്യം, രോഗിക്ക് ഡോക്ടറെ കൊണ്ട് ആവശ്യം. അപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ രോഗം ഉണ്ടാവണം. രോഗം ഉണ്ടെങ്കിലാണ് ഡോക്ടർക്കും കാര്യമുള്ളൂ, ഡോക്ടറും ഉണ്ടാവുന്നുള്ളൂ. അതേപോലെ നമുക്ക് നല്ലതാവണമെങ്കിൽ നമ്മളിൽ മോശം നമുക്ക് കണ്ടെത്തണം, നമ്മൾ മോശമാണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഫൈൻ ആവാൻ പറ്റുള്ളൂ. സ്വയം വിമർശനം. നമ്മള് നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഇരിക്കാൻ പറ്റൂ. അതിന് മുകളിലേക്ക് കടക്കാൻ പറ്റില്ല. നമുക്ക് അതും പൊളിച്ച് പുറത്തേക്ക് വരണം, മുന്നോട്ട് വരണം. മനസ്സിലായ? നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി നമ്മൾ കംഫർട്ട് സ്പേസിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തീരെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ അതിന് ബ്രേക്ക് ചെയ്യണം. നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത നമുക്ക് പുതിയൊരു നല്ലതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അഖിൽ, ഇപ്പോൾ സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഇതിനെ ഇപ്പോൾ നമ്മളൊക്കെ വിമർശിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരൊക്കെ വിമർശിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷൈൻ്റെ അഭിനയത്തിലൊരു റിപ്പീറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഡയലോഗുകൾ വ്യക്തമാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് തർക്കിച്ചിരുന്ന ഒരു ഷൈനെ നമുക്കറിയാം. പക്ഷെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ആ റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തൊരു സമയം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. ഇത് പറയുമ്പോ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മളങ്ങനെ മുഖത്തടിച്ച പോലെ പറയാറില്ല. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പൊ പുള്ളി അതിന് ആ രീതിയിൽ തർക്കമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ ചില രീതിയിലൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് അങ്ങനെ പറയാറില്ല. എന്നാലും അത് ശരിയാക്കേണ്ടതാണെന്നുള്ളത് എപ്പോഴും തോന്നാറുണ്ട്. ഈ പാട്ട് പാടുന്ന ഒരു ഷൈനെ ആലോചിച്ചിട്ടുണ്ടോ? പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ട്. ഷൈൻ എപ്പോഴും പാട്ട് പാടുന്ന ഒരാളാണ്. ഒരു പാട്ട് പാടാൻ ഒരു 30 പാട്ടെങ്കിലും ഞാൻ പാടും. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ പുള്ളി പാട്ടൊക്കെ പാടും. പാട്ടൊക്കെ പാടാറുണ്ട്. പുള്ളി സിനിമയിലും പാടിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവില്ല? ഞാൻ കേട്ടിട്ടില്ല. റിലീസ് ആയിട്ടില്ല പടം. പാട്ട് റിലീസായിട്ട് കൊച്ചിയാണ്ടൊരു പാട്ടാ. അപ്പോ ഇനി മുമ്പോട്ട് പോകുമ്പോ പടങ്ങളൊക്കെ ചെയ്യുമ്പോ എന്തായാലും ഒരു പാട്ട് ഷൈനെ കൊണ്ട് പാടിപ്പിക്കണം എന്തായാലും. ഷൈൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ടർ പെർസ്പെക്റ്റീവില് ഒരു ഏരിയ എന്താണെന്നാണ് അഖിൽ വിചാരിക്കുന്നത്? ഷൈൻ നന്നായി ഇമോഷൻസ്, ഇത്രയും ഇമോഷൻസും ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ തല്ലുമാലയിൽ ഇയാള് അവരുടെ ഈ പിള്ളേരെ കുറിച്ചിട്ട് ബിനു ബാപ്പുവിന്റെ അടുത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ സീൻസ് ഒക്കെ ഷൈനിന്ന് കാണാൻ ഭയങ്കരമായിട്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ആക്ടറാണ്. ഗാങ്ബിൽ ഷൈൻ്റെ ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഇല്ല, ഫൈറ്റ് ഉണ്ട്. മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഫൈറ്റ് ആണ്.
ആ ഓ ഡാൻസ് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു കഥയിലേക്ക് അത് മാച്ച് ആവില്ല. ഡാൻസ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മുതൽ ഭരതനാട്യം മൂവിനോട് കുച്ചിപ്പുടി എല്ലാ പരിപാടിയും ഞാൻ ഡാൻസ് പാർട്ടി എന്നുള്ള സിനിമയുടെ ഒരു ക്ലിപ്പ് കണ്ടു. അപ്പോൾ എല്ലാവരും അതിൽ ഷൈൻ ഡാൻസ് ചെയ്യാൻ പോകുന്നു ഒരു സീൻ ബിൽഡപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഷൈൻ ഇത് മോശമാക്കും, അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാന്ന്. പക്ഷെ ഷൈൻ അത് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. അത് വല്ലാതെ സർപ്രൈസ് ആയിരുന്നു ആ സമയത്ത്. അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മാഷ് അപ്പന്നെ വിളിക്കുന്നത്. മാഷ് മരിച്ചു, രാജമാഷ് എന്നാണ് പേര്. പിന്നെ ബാലമാഷ് എന്ന് പറഞ്ഞൊരു മാഷും പഠിപ്പിച്ചു. ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കാം. അന്ന് സ്കൂൾ കലോത്സവങ്ങൾ വഴിയേ സിനിമയിൽ കയറാൻ പറ്റുള്ളൂ. വിനീതും മോനിഷയും മഞ്ജു വാര്യറും എല്ലാവരും. അപ്പൊ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മള് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കണം. യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത പോലെ കലാപ്രതിഭയോ കലാതിലകോ ആവണം. കലാപ്രതിഭ ആവാൻ പറ്റുള്ളൂ. അപ്പൊ കലാപ്രതിഭ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഡാൻസ് ഇനത്തിലും കൂടി സമ്മാനം കിട്ടണം. അപ്പൊ മോണാക്ടും കഥാപ്രസംഗം ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഡാൻസ് എന്തെങ്കിലും കളിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് 4ാം ക്ലാസ് മുതൽ അഭ്യസിച്ചതാണ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. ഡാൻസ് ചെയ്യുന്ന ഒരു ഷൈനെ ഏതെങ്കിലും മ്യൂസിക് വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? അതല്ല പറഞ്ഞു മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് വീഡിയോയിലല്ല, ഒരു പടം ചെയ്യുന്ന സമയത്ത് പാട്ടും ഫൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഭീഷ്മപർവ്വത്തിൽ അങ്ങനെ ഒടിഞ്ഞു വരുന്നില്ലേ? അതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചത് കൊണ്ടല്ലേ. അതേപോലെ തല്ലുമല ഡാൻസ്. ഒരു അഭിനേതാവിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ താളലയങ്ങളാണ് വേണ്ടത്. അതായത് സംഗീതവും പാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് ജന്മനാ കിട്ടും, ചിലവർ അഭ്യസിച്ച് നേടും. ഈ അഭിനയത്തിന് വേണ്ട 2 ഉപകാരപ്പെടുന്ന 2 കലകൾ. ബാക്കി ഒരുപാട് കലകളുണ്ട്, പക്ഷെ ഇതാണ് ബേസ് ആയിട്ട് വേണ്ടത്. അതുകൊണ്ട് നൃത്തം അറിയുകയാണെങ്കിൽ കുറച്ച് ഉപകാരം ഉണ്ട്. പക്ഷെ മമ്മൂക്കനെ പോലത്തെ ഒരു ആക്ടർക്ക് അത് അധികം വഴങ്ങാതെ കൂടി, പക്ഷെ അദ്ദേഹം നല്ലൊരു മികച്ച അഭിനേതാവ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. ഈ ഒരു പ്രോസസ്സിന് അത്രയും ട്രെയിൻ ചെയ്ത് മൂവി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലോ. പല പല ഭാഗങ്ങൾ പല സമയത്ത് ഷൂട്ട് ചെയ്ത് വളരെ വ്യക്തമായി കറക്റ്റായി കണ്ടിന്യൂറ്റിയിൽ താങ്കൾ മികച്ച നടന്മാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മേക്ക് ബിലീഫ്. അതില് അഗ്രഗണ്യനാണ് ഇവര്, ഈ മികച്ച അഭിനേതാക്കൾ, സിനിമയിലെ അഭിനേതാക്കൾ. ചിലപ്പോ നാടകത്തിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം, കഥകളിയിൽ അതിലും മികച്ചവരുണ്ടായിരിക്കാം. പക്ഷെ സിനിമയില് അത് പല പല ഷോട്ടുകളിലൂടെ കണ്ടിന്യൂറ്റി തെറ്റാതെ താങ്കൾ മികച്ച അഭിനേതാക്കളാണെന്ന് മേക്ക് ബിലീഫ് ചെയ്യിപ്പിക്കും. അതൊരു എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കുന്നു. അപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മമ്മൂക്കയ്ക്ക് ഇങ്ങോട്ടേക്ക് ഷൈനിന് വല്ലാത്തൊരു കൺസേൺ ഉണ്ട്. മെസ്സേജുകൾ അയക്കുന്നു, വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മമ്മൂക്കനേക്കാൾ കൂടുതൽ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിനോടുള്ള ഇഷ്ടമൊക്കെ അങ്ങനെയാ കൂടുതൽ ഉണ്ടാവുന്നത്. മനസ്സിലായ? ഞാൻ ഇപ്പോ അതെന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല, മമ്മൂക്കയെ ചുറ്റുമുള്ളവരും മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാനത് തിരിച്ചു കൊടുക്കണം. എപ്പോഴാണ് മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്യുന്നത്? മ്യൂസിക് വീഡിയോ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അടുത്ത മാസം 2-ാം തീയതി റിലീസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലാണ്. ഈ മാസം 25-ാം തീയതിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ കുറച്ച് വർക്കുകളും കൂടിയും കഴിയാനുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരാഴ്ച കുറച്ച് ചെറിയൊരു ആൽബം അതന്നെ പുള്ളി ഈട്ട് മിനുക്കി അത് വർക്കിൽ ട്രിപ്പ് ചെയ്യാണ് പുള്ളി. ഈ പുള്ളി ഒരു സെക്കൻഡ് പോലും സിഗരറ്റ് വലിക്കാൻ പോലും പോവില്ല, സിഗരറ്റ് വലി പോലും ഇല്ല. അങ്ങനത്തെ ഒരാളെ ഞാൻ പറയും, എന്താണ് നിങ്ങൾക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നില്ലേ ഞങ്ങളുടെ കൂടെ നടന്നു? ഇപ്പോഴല്ല, മുന്നേ ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അങ്ങനെയും പറ്റും, സിനിമ ലഹരിയാക്കി വെക്കാനും പറ്റും. അങ്ങനെയല്ല, എന്നാലും ഈ വക ഒരു വലി പോലും വലിക്കാതെ എങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത് എനിക്കത് അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്ന് മനസ്സിലായ പറ്റും. എങ്ങനെയുണ്ട് ഷൈൻ്റെ ഇതുവരെയുള്ള ജേണി? ഈ ഒരു ഡ്രഗ് ഫേസിനെതിരെ പോരാടുന്ന, പുഷ് ചെയ്യുന്ന, സ്വയം നിയന്ത്രിക്കുന്ന ഷൈനെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത് ഡാഡിയും മമ്മിയും ഒരുപാടായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഷൈൻ്റെ ഈ മാറ്റം. ആ മാറ്റം പൂർണ്ണമായി കണ്ട ശേഷമാണ് ഡാഡി മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുള്ളിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഡാഡി നഷ്ടപ്പെട്ടതല്ല, ഷൈൻ്റെ പൂർണ്ണമായ മാറ്റം കണ്ട് ഞങ്ങളോടൊക്കെ ഡാഡി സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഡാഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് ഈ മാറ്റത്തിൽ.